മസ്കറ്റ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദിയു സ്വദേശിയാണ്. ദീക്ഷിത് സോളങ്കി എന്ന 25-കാരന് ആണ് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് മുംബൈയിൽ എത്തിക്കുമെന്ന് അറിയുന്നു. ബൽറാം നെടുങ്ങാടി ടെലിഫോണിലുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം തത്സമയം ചേരുകയാണ്. ബൽറാം, പറയൂ വിവരങ്ങൾ. എസ്കെൻ, ഈ മധ്യപൂർവേഷ്യൻ മേഖലയിലുണ്ടായ സംഘർഷത്തിൽ 3 ഇന്ത്യക്കാർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ സംഘർഷമുണ്ടായ ആദ്യ ദിനം തന്നെ ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന കപ്പലിന് നേരെ ഒമാൻ തീരത്ത് വെച്ച് ആക്രമണമുണ്ടായിരുന്നു. ആ ഒരു ആക്രമണത്തിൽ 2 പേർ മരിച്ചു. ആദ്യഘട്ടത്തിൽ ഇവരെ കാണാതായതായിരുന്നു റിപ്പോർട്ടുകൾ. പിന്നീട് ഇവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ ഒരാൾ ബീഹാർ സ്വദേശിയും ഒരാൾ രാജസ്ഥാൻ സ്വദേശിയുമാണ് എന്ന വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിട്ടില്ല. അതേസമയം പിന്നീടുണ്ടായ മസ്കറ്റ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദിയു സ്വദേശിയായ ദീക്ഷിത് സോളങ്കി എന്ന 25-കാരനാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ആ കപ്പലിൽ 25ഓളം ഇന്ത്യൻ ജീവനക്കാർ, ഇന്ത്യൻ നാവികരുണ്ടായിരുന്നു. ഇതിൽ ഈ ആക്രമണം ഏറ്റത് കപ്പലിന്റെ എഞ്ചിൻ റൂമിലായിരുന്നു. ദീക്ഷിത് സോളങ്കി ഉണ്ടായിരുന്നത് ഇതേ എഞ്ചിൻ റൂമിലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു എന്നുമാണ് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന മറ്റുള്ളവരെ സമീപത്തുകൂടി കടന്നുപോയ മറ്റൊരു കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ദീക്ഷിത് സോളങ്കിയുടെ മൃതദേഹം ഇന്ന് മുംബൈയിൽ എത്തിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതിനുശേഷം ദിയുവിൽ എത്തിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം കൈമാറും. എന്തായാലും മറ്റ് ആളുകളുടെ കൊല്ലപ്പെട്ട ബീഹാർ, രാജസ്ഥാൻ സ്വദേശികളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.